കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം. വചനത്തിനഭിഷേകം. ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ. അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ, ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന,
ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കുക. ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണ് നമ്മൾ നിൽക്കുകയും വചനം കേൾക്കുകയും ചെയ്തിരിക്കുന്നത്. നീ കൃപാസനത്തിന് പോകുമ്പോൾ നിന്നെ കൂടി അമ്മ സുഗന്ധാഭിഷേകമായി വരണം. നിനക്കത് നാസികയിൽ അനുഭവിക്കാൻ കഴിയണം. അത്ര കണ്ട് സാധ്യതയുള്ള ആധ്യാത്മിക പരിചരണമാണ് ദിവ്യ ഉടമ്പടി. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് ഉടമ്പടി പാലിക്കാൻ ജീവിക്കാൻ അങ്ങ് പ്രത്യേക അഭിഷേകം നൽകണം. കർത്താവെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ മക്കൾക്ക് ഉടമ്പടി പാലിച്ചുകൊണ്ട് വിശുദ്ധിയോട് ജീവിക്കാൻ അവർ അനുഗ്രഹം നൽകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയിലെ ഏറ്റവും വലിയ കാതലായ ദൈവിക ആനുകൂല്യം എന്ന് പറയുന്നത് ദൈവസന്നിധിയിലുള്ള വ്യാപനമാണ്. ദൈവസന്നിധി നമ്മൾ ദൈവസാന്നിധ്യത്തിൽ ഉടമ്പടി എന്തിനു വേണ്ടി എടുത്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, എനിക്ക് ജോലി കിട്ടാനാണ് ഉടമ്പടി എടുത്തതെന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ എന്താണ് പറയേണ്ടത്? എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തതെന്ന് പറയണം. എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തത്? ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ. ബാക്കിയുള്ളത് ചെയ്യണ ദൈവമാണ്. അല്ല, ഞാൻ ഉടമ്പടി എടുത്തത് ജോലി കിട്ടാനാണ്, പെണ്ണ് കെട്ടാനാണ് എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ എന്താ പറയേണ്ടത്? ഞാൻ ഉടമ്പടി എടുത്തത് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ. അതാണ് 17:1. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഉൽപ്പത്തി 17:1. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അതായത് ദൈവം അബ്രാമിനോട് ഉടമ്പടി ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ദൈവം ആവശ്യപ്പെടുന്നത് എന്താണ്? എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, പറഞ്ഞേ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക. അപ്പോൾ നമ്മൾ എന്തിനാണ് ഉടമ്പടി ചെയ്യണത്? ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിക്കാനും കുറ്റമറ്റവരായിരിക്കാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ ബേസിക് എന്ന് പറയണത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദൈവതിരുസന്നിധിയിൽ ദൈവദൃഷ്ടിയിൽ കുറ്റമറ്റവരായി അത് പ്രോസസ്സാണ്. ഓൺലൈൻ സ്ഥലം ചിലപ്പോൾ എല്ലാവർക്കും നടക്കത്തില്ല, പക്ഷെ നമുക്കതിന് വേണ്ടി ശ്രമിക്കാൻ പറ്റും. പ്രാർത്ഥിക്കുക, കർത്താവേ, ഉടമ്പടി പ്രകാരം അങ്ങയുടെ മുമ്പിൽ വ്യാപരിക്കാനും കുറ്റമറ്റവരായിരിക്കാനും എന്നെ സഹായിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 17:4 എടുത്തേ. ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി. ആരുമായിട്ട്? എബ്രാത്തിനോട് പറയണ ദൈവം. എന്താണ്? നീയുമായിട്ടുള്ള എൻ്റെ ഉടമ്പടി. അപ്പോൾ 17:4 അനുസരിച്ചിട്ടാണ് ദൈവം 17:1 പറയണത്. എന്തിനാണ്? ഉടമ്പടിക്ക് മുമ്പ് തന്നെ ദൈവം പറയും, ഞാൻ നീയോട് ഉടമ്പടി ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ പ്രഥമമായ ഉദ്ദേശം എന്താണ്? 17:4 17:4 ഞാൻ നീയുമായിട്ടൊരു ഉടമ്പടി ചെയ്യാൻ പോകുന്നു. എന്തിനാണ് ചെയ്യണത്? 17:1 ഉൽപ്പത്തി പുസ്തകം എന്താ പറയണത്? നീ എൻ്റെ മുമ്പാകെ വ്യാപരിക്കണം, കുറ്റമറ്റവനായിരിക്കണം. പിടിയിട്ടില്ലേ? അപ്പോൾ ഉടമ്പടിയുടെ പ്രഥമ ഉദ്ദേശം IELTS പാസ്സാകാനും OET പാസ്സാകാനും അല്ല. പ്രഥമ ഉദ്ദേശം എന്താണ്? PR കിട്ടാനല്ല, PR കിട്ടാനാണ്. പ്രഥമ ഉദ്ദേശം എന്ന് പറയണത് ദൈവത്തിൻ്റെ മുമ്പാകെ വ്യാപരിക്കാൻ. അതിനുവേണ്ടി നമ്മൾ രോഗികളെ പോയി കാണും, അവൻ പറയണ പോലെ ചെയ്യും, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കും, സമാധാനത്തോടെ ജീവിക്കും, ആളുടെ കഴുത്തിലും കയറാൻ പോകത്തില്ല. കഴുത്തിൽ കയറുന്നവരെ നമ്മൾ നല്ല ഉപദേശം കൊടുത്തിട്ട്
കർത്താവിൻ്റെ വചനത്തേക്ക് നയിക്കും. അങ്ങനെ നമ്മൾ സൽപ്രവൃത്തി ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ മുമ്പാകെ വ്യാപരിക്കും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ. അതായത് ഇതിൻ്റെ ഒരു വിഷയം വെച്ചാൽ ഉടമ്പടിക്കുള്ളൊരു ഗുണമുണ്ട്. അതായത് ഉടമ്പടി പാലിക്കാൻ ഇപ്പം നമ്മളെ ഉടമ്പടിക്ക് ബ്രേക്കായാലും ദൈവമായിട്ടും ഇങ്ങനെ ബ്രേക്കാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ദൈവമായിട്ട് ബ്രേക്കായാലും നമ്മളെ മനുഷ്യന്മാർ ബ്രേക്കാകണ പോലെ ബ്രേക്കായി പോകത്തില്ല. കാര്യം ദൈവം വിശ്വസ്തനായിരിക്കും എപ്പോഴായാലും. മനുഷ്യന്മാരാണ് വേറെ ഒരു ആണിനെ പെണ്ണിനെ കാണുമ്പോൾ വാലുവാട്ടിക്കൊണ്ട് അതിൻ്റെ പുറകെ പോകുന്നത്. എന്നിട്ട് തേച്ചിട്ട് നീ എന്നെ അമേരിക്ക കൊണ്ടുപോകുക, നീ എന്നെ കാനഡയിൽ കൊണ്ടുപോകുക, അവനെന്നെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഈ സംഭവം. അതിനുള്ളിൽ നമ്മുടെ കാശെല്ലാം അവൾ മൊബൈൽ ചാർജ് ചെയ്ത് തീർത്ത് കാണും. അപ്പം മനുഷ്യന്മാർ പെട്ടെന്ന് തേക്കും, പക്ഷെ ദൈവത്തിന് തേക്കാൻ പറ്റത്തില്ല. ഈ അലവലാതി ബന്ധങ്ങളില്ലേ, നിങ്ങൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ കേട്ടോ. അത് ആണായാലും പെണ്ണായാലും. പെണ്ണിൻ്റെ കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. ആണുങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും മോശമായിട്ട് വരണത്. പെണ്ണുങ്ങളെക്കാൾ മോശം ആണുങ്ങളാണ്. അവരെന്തെങ്കിലുമൊക്കെ നിങ്ങളെപ്പോഴും പെൺകുട്ടികളെ പെട്ടെന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ആൺകുട്ടികളെക്കുറിച്ചൊരു ചുക്കും അറിയത്തില്ല. അതാണ് ഞാനിപ്പോൾ 1.5 ലക്ഷം ആൾക്കാർ 10-20 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടാണ് ഞാൻ പറയണത്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ടേസ്റ്റ് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേസ്റ്റാണ്. ഈ വാക്കൊന്നും പറഞ്ഞു പോകരുത്. നിങ്ങളുടെ ടേസ്റ്റ് അവൻ അറിഞ്ഞാൽ നിങ്ങൾ വേസ്റ്റാണ്. ഇത് കുറിച്ചിട്ടോ നിങ്ങൾ. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉടമ്പടി ഇരിക്കുന്നവർ ഈ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധിക്കണം. പക്ഷെ ദൈവം എങ്ങനെയാണെന്നറിയാവോ? ദൈവം നീ ദൈവത്തിന് ബ്രേക്ക് ചെയ്താലും ദൈവം നിന്നെ ബ്രേക്ക് ചെയ്യത്തില്ല. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആർക്കാണെന്നറിയാവോ? ദാവീദിനാണ്. ദാവീദ് അഭ്യാസം മൊത്തം കാണിച്ചായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ദാവീദിൻ്റെ കഥ അറിയാമല്ലോ. പക്ഷെ ദാവീദ് പറയും, എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം സംഭവിച്ചതാണ്, പക്ഷേ ഉടമ്പടി പ്രകാരം ഞാൻ നിൻ്റെ മുമ്പിലായിരുന്നു, നീ നിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ 51:11 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, സങ്കീർത്തനം 51:11. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അതായത് സന്നിധിയിൽ നിന്ന് തള്ളിക്കളയണതും പരിശുദ്ധാത്മാവിനെ എടുത്തു കളയണതും ദാവീദിന് ഒരു വിഷയമാണ്. ഒരിക്കൽ നൽകിയ പരിശുദ്ധാത്മാവിനെ റിട്ടേൺ ചെയ്താൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നീ പുറത്തു പോയെന്നതിൻ്റെ അർത്ഥം. അപ്പോഴേ ദൈവത്തിനോട് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ദൈവം നമ്മൾ അവിശ്വസ്തരായിരുന്നാലും 2:13 അനുസരിച്ച് നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. വിശ്വസ്തനായിരിക്കുന്ന കൊണ്ട് തന്നെയാണ് ജെറമിയ 14:21 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമിയ 14:21. അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ നിരാകരിക്കരുതേ, അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തെ അവമാനിക്കരുതേ, ഞങ്ങളുമായുള്ള അങ്ങയുടെ ഉടമ്പടി അനുസ്മരിക്കണമേ, അത് ലംഘിക്കരുതേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് പറയണതാണ്. എന്താണ് ജെറമിയ 21:14 എന്താ പറയണത്? 14:21 എന്താണ്? അങ്ങയുമായിട്ടുള്ള ഉടമ്പടി അങ്ങ് ലംഘിക്കരുതേ. എന്ന് വെച്ചാൽ ലംഘിക്കാനുള്ള സാഹചര്യം ചിലത് മനുഷ്യന്മാർക്ക് ഉണ്ടായിപ്പോവും. പക്ഷേ അപ്പോഴും ഈ സങ്കീർത്തകന് ജെറമിയായ്ക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. എന്താണ്? ദൈവത്തിൻ്റെ ഭാഗത്ത് എൻ്റെ ഉടമ്പടി ഇപ്പോഴും വാല്യൂ ആണ്. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. അല്ല നിങ്ങൾ വീണ് പോയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം വീണ് പോയെന്ന് ചിന്തിക്കരുത്. നിങ്ങൾ എഴുന്നേറ്റ് വരണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. പ്രാണപ്രിയ, പ്രാണപ്രിയ, ചങ്കിലെ ചോര തൊന്നെന്നെ വീണ്ടെടുത്തവനേ, വീണ്ടെടുപ്പുകാരാ. പ്രാണപ്രിയ,
യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി ശക്തിയാലല്ല നിങ്ങളുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് നിന്നത് കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ നിർത്തിയിടും ദയയാൽ ദയയാൽ നിത്യദയയാൽ പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവരേ വീണ്ടെടുത്തു പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് നന്ദി യേശുവേ നിനക്ക് നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. Praise the Lord. Praise the Lord. കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പകുതിയോളം പ്രാർത്ഥന നമ്മൾ കയറിയപ്പോൾ തന്നെ ഈശോ അഭിഷേകവും ദർശനവും നൽകിയായിരുന്നു. ആ സമയത്ത് അനേകം പേരെ കർത്താവ് സ്പർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവസാനമായ ആശീർവാദത്തിൻ്റെ സമയത്ത് വീണ്ടും നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. നന്നായി ഓൺലൈനിലുള്ളവരും പ്രത്യേകം ഈ സമയത്ത് ജാഗ്രതയോടെ നിൽക്കുക, സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുക, ദൈവസ്നേഹത്തോടെ നിൽക്കുക. എൻ്റെ ഉടമ്പടിയിൽ നിന്ന് എന്നെ തള്ളിക്കളയെന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ദുരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയില്ലേ എന്ന് പ്രാർത്ഥിക്കുക. എന്നോട് കണ്ണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ഭാഗത്ത് ദൈവത്തിൽ നമുക്ക് ഉടമ്പടി പ്രകാരം ലഭിക്കുന്നത് കാരുണ്യമായത് കൊണ്ട് തന്നെയാണ്. കാരുണ്യം ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമല്ലാത്തത് കൊണ്ടാണ് ഉടമ്പടി ദൈവദർശനം ബ്രേക്ക് ചെയ്യാതെ പോണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ പ്രാണപ്രിയ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ കരുണതം കൈയടിച്ചോണ്ട് പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവരേ വീണ്ടെടുത്തു പ്രാണപ്രിയ തന്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് നിന്നത് കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ നിർത്തിയിടും ദയയാൽ ദയയാൽ നിത്യദയയാൽ. കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 കർത്താവേ നിന്റെ വിശുദ്ധമായ തിരുമുറിവാർന്ന വലത് കരം, ആണിപ്പഴുതാറുന്ന അത്ഭുത കരം കർത്താവേ, ഇവിടെ തീർത്ഥാടനത്തിലും ഓൺലൈനിലും പ്രാർത്ഥിക്കുന്ന അവരെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും കർത്താവേ ഈ നിന്റെ ആണിപ്പഴുതാറുന്ന അത്ഭുത കരം അവിടെ ശിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടെ സന്ധ്യബന്ധങ്ങൾ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. അവിടെ മാംസപേശികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. അവിടെ രക്തഞരമ്പുകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവെ അവരുടെ കരള്, കിഡ്നി, ആസ്മ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ബ്രെയിൻ്റെ ക്യാൻസർ, ബ്രെയിൻ്റെ ട്യൂമർ,
PCOD രോഗങ്ങൾ കർത്താവെ, എല്ലാ രോഗങ്ങളും, കരൾ രോഗങ്ങൾ കർത്താവെ, പാങ്ക്രിയാസ് രോഗങ്ങൾ കർത്താവെ, നടുവലിൻ്റെ വേദനകൾ കർത്താവെ, അങ്ങേറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. വെള്ള നിറമുള്ള പാണ്ട് രോഗങ്ങൾ കർത്താവെ, തിരുവത്തത് കഴുകണമേ കർത്താവെ. അസ്ഥി ക്ഷയിക്കുന്ന അസുഖങ്ങൾ കർത്താവെ, എല്ലാ തരത്തിലുള്ള മുഴകൾ വരുന്ന രോഗങ്ങൾ കർത്താവെ സ്പർശിക്കണമേ കർത്താവെ. തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിലൈറ്റ് രോഗങ്ങൾ സ്പർശിക്കണേ കർത്താവെ. കണ്ണിന് കാഴ്ച മങ്ങുന്നവർ, ചെവിക്ക് കേൾവി മങ്ങുന്നവരെ സ്പർശിക്കണേ കർത്താവെ. ദൈവത്തിൻ്റെ കരുണ സ്പർശിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. അടിപ്പടര പോലെ, വൈദ്യാഘാതം പോലെ ദൈവിക ശക്തിയാൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. നാമത്തെ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാണപ്രിയ, പ്രാണപ്രിയ, ചങ്കിലെ ചോര നിന്നെ വീണ്ടെടുത്തവനേ, വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ 1000 നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശരീരം മുഴുവൻ കുരുക്കൾ വരികയും മുതുകത്തോളം 4-5 കുരുക്കുകൾ പഴുത്തു നിൽക്കുകയും ചെയ്യുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇടത് കിഡ്നി ഡാമേജ് ആണ്, വലത് കിഡ്നി ഇങ്ങനെ പഴുത്തു നിൽക്കുന്ന അവസ്ഥയാണ്. കർത്താവ് വ്യക്തിയെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുസന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. കൂടുതൽ കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കാനാണ്. ഓരോ ദിവസം കഴിയും തോറും നീ സുവിശേഷത്തിൻ്റെ വലിയ ബൃഹത്തായ ദൈവസ്നേഹത്തിൻ്റെ വക്താവാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, ജോലിയില്ലാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം ഈശോയെ. സാമ്പത്തിക തകർച്ചയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഒരിടവും പരിടമില്ലാതെ, വീടില്ല, വഴിയില്ല, കർത്താവ് വീട് വെക്കാൻ മാർഗവുമില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. അവരെല്ലാം അങ്ങ് സ്പർശിക്കണേ കർത്താവേ. വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഈശോയെ, അവർക്ക് അവിടെ താമസിക്കാൻ സ്ഥലം കിട്ടാത്തവരുണ്ട് ഈശോയെ. ജോലി നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവ്, ജയിലിലായിരിക്കുന്നവരുണ്ട് കർത്താവ്, ഇവിടുന്ന് ജോലി കയറിപ്പോകാൻ പോകുന്നുണ്ട് കർത്താവ്. നീറ്റിൻ്റെ പരീക്ഷ എഴുതിയ മക്കളുണ്ട് ഈശോയെ, മറ്റ് ആനുവൽ എക്സാം എഴുതിയ മക്കളുടെ കർത്താവ്, റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കർത്താവ്. അവരെല്ലാം അവരുടെ കഴിവിനേക്കാൾ ഉപരി കർത്താവ് ദൈവത്തിൻ്റെ കൃപയാൽ അവരെ എല്ലാം ഉന്നതമായ വിജയത്തിലേക്കും ഉന്നതമായ വിദ്യാഭ്യാസത്തിലേക്കും ഉന്നതമായ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള എല്ലാ ദൈവിക തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചില ജീവിത ദുരിതങ്ങൾ തടസ്സങ്ങൾ നീങ്ങിപ്പോയിക്കൊണ്ട് നാമത്തെ ആരാധനയുടെ മഹത്വപ്പെടുത്തുന്നു. കൃപയാ, ദൈവ കൃപയാ, 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 പ്രാണപ്രിയ, പ്രാണപ്രിയ, ചങ്ങിലെ ചോര തന്നെ വീണ്ടെടുത്തവനേ, വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ 1000 നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. സെപ്പറേഷനിലിരിക്കുന്ന മാതാപിതാക്കന്മാര്, ഭാര്യാഭർത്താക്കന്മാര്, കേസിലും കുടുംബ കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ കേസിലിരിക്കുന്നവർ, കുഞ്ഞുങ്ങളുടെ പേരിൽ തർക്കങ്ങളുള്ളവർ, അതുപോലെ തന്നെ വിവിധങ്ങളായ മറ്റ് അവിശ്വസ്തത കാരണം കുടുംബത്തിൽ അവിശ്വസ്തത, ചിലപ്പോൾ വേറെ പെണ്ണുങ്ങളോട് ബന്ധം, ചില പുരുഷന്മാരുടെ ബന്ധം,
അതിൻ്റെ പേരിൽ കുടുംബത്തിൽ സെപ്പറേഷൻ വന്നു പോയിട്ടുള്ളവർ, അനീതി അനുഭവിക്കുന്നവർ, അവർക്ക് ദൈവം മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു മനഃപൂർവ്വമുള്ള കരുതിക്കൂട്ടിയുള്ള അവിശ്വസ്തത, അത് അക്രമങ്ങളാണ്. ശരിക്കും വയലൻസ് എന്ന് പറയണതാണ്. ശരിക്കും ഒരു ജീവിത പങ്കാളി, ഭർത്താവോ ഭാര്യയോ വേറെ ഒരു ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെടുകയും അവരുമായിട്ട് ബന്ധമുണ്ടാകുകയും സ്വന്തം ജീവിത പങ്കാളിയെ അമർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ അത് കോടതിയിൽ നിന്നും അപ്പുറത്തുള്ളൊരു വയലൻസാണത്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ തീരാത്ത വയലൻസാണ്. അങ്ങനെയുള്ള ഇരകൾ അതിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടാൻ വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വരേണമേ എന്നിൽ നിറയണമേ, നാഥാ വരേണമേ സൗഖ്യം നൽകണമേ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. സമാപന ആശീർവാദമാണ്. ദാവീദിന്റെ പ്രാർത്ഥന പോലെ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്ന് തിരികെ എടുക്കരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും